മോഹൻലാലിനെ വിടാതെ പിന്തുടർന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്താതെ അടിച്ചുപിരിഞ്ഞ് അവസാനിക്കുമ്പോൾ ബി.ജെ.പിയുടെ ഏക പ്രതീക്ഷ ഇപ്പോൾ മോഹൻലാലിലാണ്. ഏതു വിധേനയും മോഹൻലാലിനെ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി. ഇപ്പോൾ നടത്തിവരുന്നത്. നേരത്തെ തന്നെ മോഹൻലാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സീറ്റിലേക്ക് ജനവിധി തേടാനിറങ്ങണമെന്നാവശ്യപ്പെട്ട് താരത്തെ സമീപിച്ചതായി മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ രാജഗോപാൽ വ്യക്തമാക്കിയതോടെയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ശക്തിയേറുന്നത്. NDTVയോടാണ് രാജഗോപാൽ ഈ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തങ്ങൾ മോഹൻലാലിനെ നിർബന്ധിക്കുന്നുണ്ട്, അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്നറിയില്ല. പൊതുകാര്യങ്ങളിൽ തൽപരനായ വ്യക്തിയാണ് മോഹൻലാൽ. സർവോപരി തിരുവനന്തപുരത്തുകാരനും ബി.ജെ.പിയോട് അദ്ദേഹം അനുഭാവവും കാണിക്കുന്നുണ്ട്. ഏതായാലും ഒ രാജഗോപാലിന്റെ ഈ വാക്കുകൾ മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. അടുത്തിടെ മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാൻ കരുത്തരായ നേതാക്കളില്ലാത്തത് ബി.ജെ.പി. നേതൃത്വം മോഹൻലാലിന് മേലുള്ള സമ്മർദ്ദം കൂട്ടാനും സാധ്യതയുണ്ട്. കേരളത്തിൽ വലിയ ആരാധകരുള്ള മോഹൻലാലിലൂടെ കേരളത്തിൽ സ്ഥാനമുറപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. സിനിമാ താരങ്ങളെ മുൻനിർത്തി വോട്ട് ബാങ്ക് നിറയ്ക്കാനുള്ള ബി.ജെ.പിയുടെ അവസാന ശ്രമമാണിപ്പോൾ നടന്നു വരുന്നത്.